ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സേലം ട്രിപ്പ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സേലത്ത് എത്തിയിട്ട് എന്താ പറയുക, റൂം എടുത്ത് നിൽക്കണ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുവരെയുള്ള വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാനാണ് ആ മുന്നിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു യെല്ലോ കളർ ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് ഉപ്പാൻ്റെ കുഞ്ഞിപ്പ. ഇതവരെ ഫ്ലാറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഒന്നിലും അവർ നിന്നിട്ട് ബാക്കിയുള്ളതൊക്കെ റെൻറ്റിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ന്യൂമ് കയറിയിട്ട് അവിടെയുള്ള കുട്ടീനായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ആ മാക്സിറ്റ് നിൽക്കുന്ന ആളാണ് അതിൻ്റെ ഭാര്യ, ആ യെല്ലോ ഷർട്ട് നിൽക്കുന്നതിൻ്റെ ഭാര്യ കേട്ടോ. കല്യാണ വീട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അവൾക്ക് നല്ലാണോ ഇല്ല ഇதை விட அவளுக்கு പിന്നെ ഫ്രണ്ട്സ്, ഇതൊക്കെ കല്യാണ പെണ്ണിൻ്റെ ഓരോ സാധനങ്ങളാണ്. നല്ല രസമായിട്ട് കാണാൻ. ഇത് ചോക്കർ പോലത്തെ സാധനമുണ്ട്, പക്ഷെ ഗോൾഡാണ്. നല്ല കനമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇവർ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് എടുക്കുക. സിമ്പിളാവില്ല, നമ്മൾ നല്ല ആർഭാടം വേണ്ടി വരും കേട്ടോ അവർക്ക്. അത് ഇങ്ങനെ പിന്നെ ഇതില് സാവി എല്ലാം ഇട്ടിട്ട് ഇതിലെ സാവി കൊത്തി ഇതിലിടും ഇട്ടിട്ട് അങ്ങനെ ഇടും. ഇതും ഗോൾഡ് തന്നെ വരില്ല തൂക്കുന്നത്, എല്ലാം ഗോൾഡ് തന്നെ. ഫാൻസി തൂക്കൂല. ഇത് വെള്ളി, ഇതെല്ലാം സ്വർണ്ണം. അത് വേറെയാണല്ലേ. ഇതിന്റെ ഒറ്റ ഇതിന്റെ കമ്മലോ അതെ കയ്യിലുണ്ട്. ഇത് മോതിരം, അത് മോതിരം. ഇത് മോതിരം അറിഞ്ഞു. ഇത് ബ്രേസ്ലെറ്റ് അതാരോ പുതാപ്പിലേക്ക്. ചിപ്പാട്ട് എടുത്തിട്ടുള്ളത് കല്യാണ ചെക്കൻ്റെ ബ്രേസ്ലെറ്റാണ്, കുറച്ച് കട്ടിയുള്ളത്. അപ്പോൾ ഇവിടെ കല്യാണ ചെക്കനക്ക് ഇടും കേട്ടോ. എന്താ പറയുക, ഇവിടെ നമ്മളെ നാട്ടിൽ ഇടും തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഇതാണ് ചെക്കൻ്റെ ബ്രേസ്ലെറ്റ്, കുറച്ച് കട്ടിയുള്ളതാണ്. ഒരേമാതിരി സെറ്റായിട്ട്. ഇത് പുതു മാപ്പിളക്ക് ബ്രേസ്ലെറ്റ് ഇടുന്നതാണ്. ഇത് പവളയ മാപ്പിളക്ക്. ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ നിന്ന് കുളിച്ച് മാറ്റിയിട്ട് മണ്ഡപത്തേക്ക് പോവുകയാണ്, ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ നമ്മളെ മണ്ഡപം. നമുക്ക് അവിടെ എങ്ങനെ എത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർ പോണതിൻ്റെ ബാക്കിലാണ് നമ്മൾ പോയത് കേട്ടോ. അതാണ് ഒരു നീല ഒരു മക്കനെ പോലത്തെ സാധനം ഇട്ടിട്ട് അതാണത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം. അപ്പോൾ ഇത് കാണുമ്പോൾ കാര്യം ഓർമ്മ വരുന്നത് നമ്മൾ ഒരു സിനിമയിലുള്ള ഒരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അതാ മഞ്ഞയാണ് കേട്ടോ, എന്താ പറയുക, കല്യാണ പെണ്ണിൻ്റെ ഉപ്പ. അങ്ങോട്ട് ഇറക്കി. അപ്പോൾ ആ കയറി പോണതാണ് കല്യാണ പെണ്ണ്. അത് റൂമിലേക്ക് പോവാണ് കേട്ടോ മാറ്റാനാവില്ല. മേക്കപ്പ് എന്തെങ്കിലും ചെയ്യാനോ മേലേക്ക് റൂമിൽ കയറി പോവാവും. അപ്പോൾ
അവരങ്ങനെ റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതാ അവരിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് കളിക്കുകയാണ്. അപ്പോൾ നോമ് പൂവ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്, അതാണ് വീണത്. പിന്നെ ഈ ഒരു പരിപാടി നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മളെ നാട്ടിൽ ഒരു എന്താ പറയുക, കാനുള്ള സാധനമാണ് വെക്കുക. ഇവിടെ ഈ ഒരു ഷാളാണ് വിരിച്ചത് കേട്ടോ. എന്നിട്ട് ഇത് പിടിച്ചിട്ടാണ് നടന്നത്. അതിൽ എന്താ പറയുക, കല്യാണ ചെക്കനാണ് നിന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൽ എന്താ പറയുക, പാക്കും മുല്ലപ്പൂവും വെറ്റില അതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ വരുന്ന ആൾക്കാരൊക്കെ മുഖത്തിങ്ങനെ ഓരോന്ന് പൗഡറായിട്ട് ഇങ്ങനെ താടിമ തേക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഒക്കെ മനസ്സിലായിട്ടില്ല. കാണുന്നേ അത്ര ഉള്ളൂ പറഞ്ഞിട്ട്. അതാണ് കല്യാണച്ചക്കൻ. അപ്പോൾ ഒരു ഉള്ളിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും താടിമ്മ നോക്കി താടിമ്മ ഇങ്ങനെ ആക്കുന്നുണ്ട്. ലാസ്റ്റ് ഉപ്പയാണ് കേട്ടോ ഫ്രണ്ട്സ് വന്നത്. ഈ കല്യാണ ചെക്കൻ്റെ ഇതിലുള്ള ആൾക്കാരെയാണ് താടിയിൽ തേക്കുക. ഇത് വരുന്നവരെ കണ്ടോ. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതൊരു ഹിന്ദി പരിപാടിയാണ് തോന്നുന്നുണ്ട് അവിടെ നാട്ടിലത്തെ. ഇത് കല്യാണ ചെക്കൻ്റെ ആൾക്കാരാണ് ചെയ്തിട്ട്. ഇത് അരിയാണ് ഒരു മഞ്ഞ കളറുള്ള. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു മഞ്ഞ കളറാണ് തോന്നുന്നത്. എനിക്ക് ഇവർ വരക്കണത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു ഐസിൻ്റെ ഒരു ചിഹ്നം പോലെ ഉണ്ട്. ഇവരെന്തൊക്കെയോ പാടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതെന്താന്നൊക്കെ തീരെ മനസ്സിലായിട്ടില്ല. ഇത് എന്താ പറയുക, പെണ്ണിൻ്റെ കുടുംബത്തിലുള്ള ആളാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതും ഒന്നും മനസ്സിലായിട്ടില്ല. ഇവരെ പരിപാടി നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്തിനാണ് ചെയ്യണത് എന്ന്. പക്ഷെ ഇവരെ ആചാരങ്ങളാണ് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ. അപ്പം പരിപാടികളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തോ കുഴലായിട്ട് ഊതുമ്പോൾ കല്യാണച്ചക്ക നല്ല ചെറിയ ഇരുണ്ട് തോന്നുന്നു. അതാണ് കിടന്ന് ചെറിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ ഈ മുന്നിൽ നടക്കുന്ന വെള്ളയാണ് ഞാൻ, വെള്ള കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഉള്ളതാണ് ഞാനും. ഇപ്പോൾ നേരത്തെ കയറിയിരിക്കണ്. അപ്പോൾ നുമു ഇപ്പോഴും വയൽ കയറ്റി നടക്കണം. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്തം മുട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ.
ഫ്രണ്ട്സ് ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ തിന്നാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് സാധനം നമ്മളൊരു ഡെസേർട്ടാണ് പോലെ തോന്നുന്നത്. എന്നിട്ട് നമുക്ക് അതിലുള്ളത് ചോറും പിന്നെ ഗ്രേവിയും കറിയാണ്. എന്നിട്ട് ഇവർ എന്തോ പണ്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പെണ്ണ്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇനി കല്യാണത്തിൻ്റെ അന്നുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.